മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരുമീ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ. എല്ലാ മതങ്ങൾക്കും അതീതമായി മനുഷ്യനും മാനവീയതയുമാണ് മഹത്തരമെന്ന മഹാമന്ത്രം മാനവരാശിക്കും ഇതേ പകർന്ന മഹാഗുരുവിന് പ്രണാമം. മാനവീയത ചോർന്നുപോയ സമകാല ഇരുൾത്തുരുത്തുകളിൽ വിവേചനത്തിന്റെയും വിദ്വേഷത്തിന്റെയും കലാപങ്ങൾ കൂപ്പുകൂട്ടുന്നുണ്ട്. ഒഴുക്ക് നിലച്ചുപോയ നന്മയുടെ പുഴവഴികളിൽ കഴുകന്മാർ ഇരതേടി ഇറങ്ങിയിട്ടുണ്ട്. നിതാന്ത ജാഗ്രതയുടെ കാവൽമാടങ്ങൾ ഒരുക്കി നമുക്കുണർന്നിരിക്കണം. ഉയിരു പോകും വരെ ഉണർന്നിരിക്കാൻ ഗുരുദർശനങ്ങൾ നമുക്ക് തുണയായിരിക്കും. കാണുക, 16ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി SNDP ദുബായ് യൂണിയൻ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന രംഗശില്പം ഗുരുവരുൾ മാനവീയതയുടെ പൊരുൾ. രചന സംവിധാനം അജിത് കണ്ടല്ലൂർ. സംവിധാന സഹായം ചമയം ഗോകുൽ അയ്യന്തോൾ. സ്റ്റുഡിയോ വൈബ്സ് ക്രിയേഷൻ മീഡിയ. സാങ്കേതിക സഹായം ഷാജി SNG ഇവന്റ്സ്. രംഗത്ത് ഷിജിൽ, മനോജ്, അജിത്, വിമൽ കുമാർ, ഷജേഷ്, അനിൽ, മിഥുൻ, രാഹുൽ, യദു, ശീതള ബാബു, മിനി ഷാജി, ഹർഷ, ഗിരീഷ്, ജിനീഷ്, പ്രവീൺ, വിഷ്ണു, വിപിൻ, നിഥുൽ, ഭാവന, അഹല്യ, കാർത്തിക, കൻഹ, അൻഷിക, റീജ, അദ്വൈത്, ദിയ ആൻഡ് ശ്രീയ. എനിക്ക് പഠിക്കാൻ പോണം. എനിക്ക് എഴുതാനും വായിക്കാനും അറിയണം. അയ്യോ, എന്റെ കുഞ്ഞെന്തിനാ കരയണേ? ആരെങ്കിലും നിന്നെ തല്ലിയോ? ഇല്ലമ്മ, എനിക്ക് പഠിക്കാൻ പോണം. എഴുതാനും വായിക്കാനും അറിയണം. അതെന്താപ്പാ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അതൊന്നും നമ്മുടെ ജാതിക്കാർക്ക് പറഞ്ഞതല്ല മക്കളെ, അതൊക്കെ വലിയ ജാതിക്കാർക്ക് പറഞ്ഞതാ കുഞ്ഞേ. അമ്മ അമ്മ കുടിപ്പള്ളിക്കൂടത്തിന്റെ അടുത്തുള്ള പുഴയിൽ മുങ്ങിക്കുളിക്കുമ്പോഴേ അകത്തുനിന്ന് ഹരിശ്രീ ഗണപതായേ നമാന്ന് പഠിപ്പിക്കുന്നത് കേട്ടമ്മ. ഞാനിനി എന്നും അവിടെ പോയി കാത്തു നിൽക്കും. അത് കേട്ടെങ്കിൽ എനിക്ക് പഠിക്കണം. ഹരിശ്രീ ഗണപതായേ നമ, ഹരിശ്രീ ഗണപതായേ നമ. ഒന്ന് മിണ്ടാതിരിക്കു ചക്ക, നീ ഞങ്ങളെ കൂടി കൊലക്കു കൊടുക്കുമല്ലോ. ആരെങ്കിലും കേട്ടാൽ തല പോണ കാര്യാണ്. നീ പഠിക്കണ്ട. നോക്ക്, നിന്റെ അച്ഛൻ പണിയെടുക്കുന്നത് കണ്ട, നീ അപ്പണി ചെയ്താ മതി. എനിക്ക് പഠിക്കാൻ പോണം. എനിക്ക് പഠിക്കാൻ പോയേ പറ്റൂ. എനിക്ക് പഠിക്കാൻ പോണം. എനിക്ക് പഠിക്കാൻ പോണം. ഈ ചെക്കന്റെ ചെലപ്പാരെങ്കിലും കേട്ടാ പിന്നെ പുകില് പറയാനുണ്ടാ? എന്താണ് പ്രശ്നം? എന്റെ കുട്ടീനെ ആരാ വഴക്ക് പറയണേ? എനിക്ക് പഠിക്കാൻ പോണം. നീ പഠിക്കണ്ട. കുട്ടിയോളം നിലമുഴുത് നടുപൊടിച്ചാൽ മോന്തിക്ക് കിട്ടണത് 2 റാത്തല് കപ്പയാണ്. അത് തന്നെ തമ്പ്രാന്റെ കനിവ്. എന്റെ കുട്ടാ, നമ്മള് താഴ്ന്ന ജാതിക്കാരാണ്. നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ? എനിക്ക് പഠിക്കാൻ പോയേ പറ്റൂ. എനിക്ക് പഠിക്കാൻ പോണം. എനിക്ക് പഠിക്കാൻ പോണം. ഞാനിപ്പോ എന്താ ചെയ്യാ? പാടത്ത് പറന്നു കിടക്കുന്ന കുറ്റിക്കും
എന്തിന്? പട്ടിക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത നീച ജന്മങ്ങളാണ് നമ്മൾ. എന്റെ ചുടനപാടാ, എന്റെ കുട്ടീന്റെ ആഗ്രഹം നീ സാധിച്ചു തരണേ. വരുന്ന അമാവാസിക്ക് നിന്റെ കല്ലുമേൽ ഒരു കോഴിത്തോല അർത്തേക്കാമേ. ആ, അപ്പൻ ചാത്തുണ്യാശനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. എൻ്റെ കുട്ടീനെ 10 വാക്ക് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കാനെ കൊണ്ട്. ഹരിശ്രീ ഗണപതായ നമ. 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 എടാ കുരുത്തം കെട്ടോനെ, ഹരിശ്രീ ഗണപതായ ഞങ്ങളെ കൊലക്ക് കൊടുക്കല്ലേ. ഹരിശ്രീ ഗണപതായ നമ. 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 ഹരിശ്രീ ഗണപ ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ദിവ്യക്ഷരങ്ങൾ അധമ നാവ് കൊണ്ട് ഉരുക്കഴിച്ച ചെറുമക്കിടാത്തനെ ബന്ധിച്ചു കൊണ്ടുവരിക. പൗരാണികമായ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ലംഘിച്ച് അടിമക്കിടാത്തനായ ഇവൻ അക്ഷരമന്ത്രം ഉരുവിട്ടിരിക്കുന്നു. നീചജാതിക്കാരനായ ഇവൻ പാപം ചെയ്തിരിക്കുന്നു. ഇത്തരം കൊടുംചെയ്തികൾക്കുള്ള ശിക്ഷ നമ്മുടെ വിശ്വാസ പ്രമാണം തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. ഈ നിമിഷം തന്നെ ഇവന്റെ 2 കാതിലും ഈയമുരുക്കി ഒഴിക്കാൻ നാം കൽപ്പിക്കുന്നു. ശിവജടയിൽ കുടിയിരിക്കും
തകതിമി തത്തി തത്തി താക്കിട തകതിമി തത്തി. ദിവാകരൊത്തുയരും പടിപാരൊടു നീരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം. ഇടനീരു കൺമുനയെന്നിലതിന്നടിയന്നഭിലാഷമുമാപതിയെ ജഡമിന്നിതു കൊണ്ടു ജയിക്കുമിതിന്നിടയില്ലയിരിപ്പതിനൊന്നിലുമേ. നിലമോടു നെരുപ്പു നിരന്നൊഴുകും ജലമാശുകനമ്പരമഞ്ചിലുമേ അലയാതെ അടിക്കടി നൽകുക നിന്നിലയിന്നിതു തന്നെ നമുക്കുമതി. മതി തൊട്ടുമണം മുതലഞ്ചുമുണർന്നരുളോളവുമുള്ളതു ചിന്മയമാം ക്ഷിതി തൊട്ടിരുളോളമഹോ ജഠമാമിതു രണ്ടിലുമായ മരുന്നഖിലം. അയ്യോ, നനയാത്ത ഒരു സ്ഥലം പോലും ബാക്കിയില്ലല്ലോ കാത്തു. ഈ കുഞ്ഞുങ്ങളെ ഞാനിന്ന് ഇവിടെ കിടത്തി ഉറക്കും. എന്തൊരു ഗതികേടാണ് എന്റെ ദൈവമേ. എത്രയോ മാസങ്ങളായി നിങ്ങളോട് ഞാൻ പറയണു, ഇതിന്റെ മോന്തായം ചെതല് തിന്ന് തീർന്നു പോയെന്ന്. വാരികളും ദ്രവിച്ചു പോയി. ഓല മേയാമെന്ന് വെച്ചാൽ അതെവിടെ വെച്ച് കെട്ടും? മഴ വരുമ്പോഴല്ല ഇതൊക്കെ ഓർക്കേണ്ടത്. ബാമക്കളെ, എന്തു ചെയ്യാനാ പെണ്ണെ? മൂന്തിയോളം കല്ല് വെട്ടിയാൽ ഒരു ചക്രാക്കൂലി. കൂടുതൽ ചോദിച്ചാലോ നാളെ മുതൽ പണിക്ക് വരണ്ടെന്ന് പറയും. അതെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇതുങ്ങൾ വാകേറി കരയുമ്പോൾ പള്ള നിറയ്ക്കാൻ ഞാൻ എന്തെടുത്തു കൊടുക്കും? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കൊച്ചാട്ടാ. തണുപ്പോ ഈർപ്പവും പിടിച്ച് ഇതുങ്ങൾക്ക് എന്തെങ്കിലും ദണ്ണം പിടിച്ചാൽ കയ്യിലഞ്ച് കാശില്ലാണ്ട് നമ്മൾ പെട്ടുപോയില്ലേ? ഡേ പെണ്ണേ, ആലുവയിലെ ഗുരുവിന്റെ ആശ്രമത്തിൽ കുന്നുപോലെ തടി അടുക്കി വെച്ചിട്ടുണ്ട്. അതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ
കൊതിയോടെ നോക്കും. സ്കൂളിനും വൈദ്യശാലയ്ക്കുമൊക്കെ വേണ്ടി ഗുരുവിന് ഓരോരുത്തർ കൊടുക്കുന്നതാണ്. അയ്യോ, എന്താ നിങ്ങൾ പറയണത്? അതെ, ചെയ്യണത് ശരിയല്ല, ദൈവനിന്ദയാണ്. എന്നാലും നീ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? ഇതുങ്ങൾ തണുപ്പടിച്ച് ചത്തുപോകുന്നതിലും ഭേദമല്ലേ? അതിൽ നിന്നെടുത്താൽ നമുക്ക് മൂന്തായം ശരിയാക്കാം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അയ്യോ അയ്യോ, ഞാൻ മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നുകൊള്ളുക. നാളെ തന്നെ പുരകെട്ടി മേഞ്ഞ് കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കുക. കള്ളനാണിവൻ, കള്ളൻ. ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. തല്ലി കൊല്ലണം. ഗുരു, ഈ കള്ളനാണ് ആശ്രമത്തിൽ തടിമോട്ടിച്ചത്. ഇവനെ പോലീസിൽ ഏൽപ്പിക്കണം. അയ്യോ അയ്യോ, ഞാൻ കള്ളനല്ല. ഞാൻ എന്റെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാണ്. എന്റെ കുഞ്ഞുങ്ങൾ തണുപ്പടിച്ച് ചത്തുപോകാണ്ടിരിക്കുന്നു. എന്റെ ഗതികേട് കൊണ്ട് ചെയ്തതാണ്. അയ്യോ, ഞാൻ കള്ളനല്ല. മാപ്പാക്കണം, മാപ്പാക്കണം, മാപ്പാക്കണം. തടി അവൻ മോഷ്ടിച്ചതല്ല, നോം അവന് സമ്മാനിച്ചതാണ്. ഒന്നും ആരുടെയും സ്വന്തമല്ല. ആവശ്യമുള്ളവർക്കാണ് അർത്ഥം വേണ്ടത്. നോം അത്രയേ ചെയ്തുള്ളൂ. നമുക്ക് പോകാൻ സമയമായി. പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻ
കരുവിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ. അരുളൻവനുകമ്പമൂന്നിനും പൊരുളും നാണിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. അരുളില്ലയതെങ്കിലസ്ഥിതോൽസിരനാറുന്നൊരുടമ്പു താനവൻ. മരുവിൽ പ്രവഹിക്കുമമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാ. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ. ലോം ഇവിടെ പ്രതിഷ്ഠിച്ചത് വെറും ഒരു കണ്ണാടിയല്ല, അത് നമ്മെ തന്നെയാണ്, അത് നിങ്ങളെ തന്നെയാണ്. നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും. നീ തന്നെയാണ് നിന്റെ ഈശ്വരൻ. നിന്നിലാണ് ആത്മാവും ചൈതന്യവും. അതെല്ലാവരിലും തിരിച്ചറിയുക. ഇനി നമുക്ക് ക്ഷേത്രങ്ങളല്ല, വിദ്യാലയങ്ങളാണ് വേണ്ടത്. അറിവുദിക്കുമ്പോൾ അജ്ഞത അകലുന്നു. അഗ്നിദേവോ, ഓം ഭദ്രേ, ചണ്ഡേ, ഓ ചെറിയ പുണ്ഡികാക്ഷം, ഭദ്രേ, ഓം സ്വാ. ഒഴിഞ്ഞു പോ. പോവില്ല, ഞാൻ പോവില്ല. പോ. ഇല്ല. കൃഷ്ണൻ വൈദ്യരെ, ഇതല്പം മൂത്തനാണ്. കുടുംബത്തെ പരദൈവം. വയലിൽ പണിക്കരുടെ പ്രേതമാണ്. ലക്ഷ്മിയുടെ ശരീരത്തിൽ കുടിയിരിക്കുന്നത്. ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല വൈദ്യരെ. വേറെ മാർഗം? കുട്ടിക്ക് ഇങ്ങനൊരു തലവിധി വന്നല്ലോ ദൈവമേ. ഇതൊക്കെ കാണാനും കേൾക്കാനും ഞങ്ങൾ എന്ത് പാപം ചെയ്തു. എത്ര നാളായി നമ്മൾ ഇത് അനുഭവിക്കുന്നു. ദൈവം ഇനിയും നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ അല്പം വിഷം വാങ്ങിക്കഴിച്ച് നമുക്ക് 3 പേർക്കും അങ്ങ് അവസാനിപ്പിക്കാം.
ഹായ്, അരുതാത്തൊന്നും ചിന്തിക്കേണ്ട വൈദ്യരെ. എല്ലാം കാണുന്ന ഈശ്വരൻ ഇതിനും ഒരു വഴി കാട്ടിത്തരും. ആലുവ അദ്വൈതാശ്രമത്തിൽ ചെന്ന് ഗുരുദേവ തൃപ്പാദങ്ങളെ കണ്ട് ശങ്കുണ്ണി വിവരമെല്ലാം പറഞ്ഞതാണ്. എല്ലാം അറിയുന്ന ഗുരു നല്ല ചികിത്സ കൊടുക്കാനാണ് പറഞ്ഞത്. എവിടെയെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ മരുന്ന് കൊടുത്തു. എന്നിട്ടും ഈ ഭ്രാന്ത് കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടോ? ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ വസതിയിലേക്ക് എഴുന്നള്ളുന്നു. ഏയ്, ഇങ്ങ് അടുത്തെത്താറായി. ദൈവമേ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. ഉഗ്രമൂർത്തിയാണ് കുട്ടിയുടെ ദേഹത്ത് കുടിയേറിയിരിക്കുന്നത്. അതും ഇവിടുത്തെ പരദൈവമൂർത്തി. സാരമില്ല, നോം അതിനെ കൂടെ കൊണ്ടുപോവുകയാണ്. കൃഷ്ണ, ആ വിഗ്രഹവും ഉടവാളും ഇളക്കിയെടുത്ത് നമുക്ക് തരിക. അയ്യോ ഗുരു, അത് പാപമല്ലേ? ഞാനത് എങ്ങനെ ചെയ്യും? ഇവിടെ ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമോ? ശരി, എങ്കിൽ നോം അത് ചെയ്യാം. ഇവിടെ നിന്ന് അല്പം മാറി പറവൂർ തോടിനോട് ചേർന്ന് കൂടംകുളത്ത് എന്നൊരു തറവാടുണ്ട്. അവിടെ നശിച്ച് കുലം മുടിയുവാൻ പോകുന്നു. ഇത് നശിക്കാനുള്ള ബിംബമാണ്. അവിടെ തോട്ടിൽ നിക്ഷേപിക്കുക. ഈ ഉടവാൾ കൊല്ലൻ മടത്തുംപടിക്കൽ രാമകൃഷ്ണനെ ഏൽപ്പിക്കുക. കറിക്കരിയുവാനുള്ള മൂർച്ചയുള്ള 4 കത്തിയുണ്ടാക്കി അദ്വൈതാശ്രമത്തിൽ എത്തിക്കാൻ പറയുക. കുഞ്ഞെ, നിന്റെ ബാധയെ നോം കൂടെ കൊണ്ടുപോകുന്നു. ഇനിമേലിൽ നിനക്ക് ഈ അസുഖമുണ്ടാകില്ല. ദൈവമേ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവി വന്തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ.
എണ്ണി എണ്ണി തൊട്ടെണ്ണും പോരുളോടും ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പോരുളോടും നിന്നിടം ദൃക്ക് പോലുള്ളം നിന്നില സ്പന്ദമാകണം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. ജയിക്കുക മഹാദേവദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസാമാ